ചാനൽ. ഇന്നൊരു മിനി വ്ളോഗാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് നീറ്റ് എക്സാം എഴുതാൻ പോവാണ്. സോ ഞാൻ വിചാരിച്ചു അതൊരു കുഞ്ഞൊരു വ്ളോഗ് ആക്കാമെന്ന്. വേറെ ഒന്നുമില്ല, കുറച്ച് പ്രിപ്പറേഷൻസ് മാത്രം. ഞാൻ പോകുന്നത് 0 നോളജ് വിത്ത് 100% കോൺഫിഡൻസിലാണ്. സോ എക്സാം എഴുതുന്നതിന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ അനുസരിക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത് ഒരു വൈറ്റ് കളറിലെ പാൻറ്റ്സും ഈ സ്ലീവ്ലെസ് ഡ്രസ്സുമാണ്. അതാകുമ്പോൾ HHM വെച്ച് ഡിറ്റക്ട് ചെയ്യുമ്പം മറ്റേ ശബ്ദം കേൾക്കും. ഔട്ട്ഫിറ്റ് ചെക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫയലാണ്, നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഫയലിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ നോക്കണം. ഞാൻ കുറച്ച് സാധനങ്ങൾ, ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ പുറത്ത് വെക്കേണ്ടി വന്നാലെന്ന് വെച്ച് അതേപോലെ നമ്മുടെ ഈ ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഊരണം. അപ്പോൾ ഊരിയിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് കാണാം. ഹേ ഗായ്സ്, ആൻഡ് ഫൈനലി ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഓർണമെൻറ്റ്സ് ഒക്കെ മാറ്റി ഒരു ലോ പോണി മാത്രം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഞാൻ റെഡി ഗായ്സ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് അടിക്കണം. അച്ഛനാണ് കൊണ്ടുവിടുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് നിൽക്കാൻ. അപ്പോൾ നമുക്ക് പോയി ഫുഡ് അടിക്കാം. ഇന്ന് പുട്ടും കടലയായിരുന്നു ഗൈസ് കഴിക്കാൻ. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞു നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. നമ്മൾ ഫുഡ് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ, പഠിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. എന്നാലും നമ്മൾ കുറച്ചൊക്കെ നോട്ട്സൊക്കെ നോക്കിയിട്ടുണ്ട്. അതൊക്കെ റെഫർ ചെയ്ത് നമ്മൾ എഴുതാം. പിക്കിൻ ടൈം 11 മണിയാണ് ഗൈസ്. പക്ഷേ 10:50 എന്നെ പിക്ക് ചെയ്യാനായി വന്നിട്ടില്ല. ഭയങ്കര പങ്ക്ച്വാലിറ്റി, എന്ത് ചെയ്യാൻ. നമുക്ക് ഏതാനും പറ്റുന്ന നമ്മൾ ഫുഡ് കഴിക്കുക. സോ നമ്മൾ റെഡിയായി. കിട്ടിയ സെൻറ്റർ പട്ടം കേവിയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങാനുള്ള ഇതിലാണ്. അച്ഛൻ വിളിക്കാൻ വന്നിട്ടുണ്ട്. ഇനിയും പോവാം നമുക്ക്. എൻ്റെ ബ്ലെസ്സിങ്സ് വേണ്ടേ? ബ്ലെസ്സിങ്സ് ഒന്നും ഭയങ്കര ഇഷ്ടമല്ല, എന്നാലും അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. രാവിലെ 11 മണിക്ക് കയറിയതാണ്. പിന്നെ ഞാൻ വരുന്നത് 5:30 ഗൈസ്. സോ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ വന്നപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി അമ്മയും കൂടെ ചേർന്ന്. പിന്നെ നമുക്കത് കഴിക്കാം. ഇനിയും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങണം ഗൈസ്. അതാണ് ഇന്നത്തെ ഇനിയുള്ളത്.